കോളിംഗ് ബെല്ലടിച്ച് കഥവ് തുറന്ന് നമ്മൾ കയറ്റിക്കൊണ്ടുവരുന്ന ആളാണ് ഈ പറയുന്ന അപരിചിതൻ എന്ന് വിചാരിക്കരുത്. എത്ര മനോഹരമായിട്ടാണ് ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ടിവിയുടെ മുമ്പിൽ അപരിചിതന്റെ മുമ്പിൽ ഉപേക്ഷിച്ചിട്ട് പോവുക. 3 വയസ്സിൽ ശാരീരിക പക്വത വരുന്ന കുട്ടികൾക്ക് 30 വയസ്സായാൽ പോലും മാനസികമായി അമ്മയാകാനായിട്ടുള്ള പക്വതയില്ലാത്ത കുഞ്ഞുങ്ങൾ ഇന്ന് കത്തോലിക്ക സമൂഹത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വേദനയാണ്. ശാപമാണെന്ന് നമ്മൾ പറയരുത്, വേദനയാണ്. ആ അമ്മയുടെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മക്കളെ വളർത്തൽ തന്നെയാണ്. എൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുമ്പം ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് കരുതി കൊടുത്തത് തന്നെയാണ് എൻ്റെ കൊച്ചിനെ വഴിതിരിച്ചു വിടുന്നുള്ള തിരിച്ചറിവില്ലാഴികയാണ് മാതാപിതാക്കന്മാരുടെ പ്രശ്നം. എനിക്ക് കിട്ടിയ എത്ര നന്മ എൻ്റെ കുഞ്ഞിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. കുഞ്ഞുങ്ങൾ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം പഠിക്കുന്നു, എന്തെല്ലാം മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് മാതാപിതാക്കൾക്കൊരു ട്രെയിനിങ് അനിവാര്യമാണ്. ഈ മക്കൾ ആരുടെ കൂടെയാണ് കിടക്കുന്നത്? രാത്രി കിടക്കുമ്പോൾ തലയിണക്കിടയിലുണ്ട് അപരിചിതൻ. ഈ ചർച്ച തീർന്നു പോകുന്നതിന് മുൻപേ എനിക്ക് കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങളല്ല. അതിലൊന്നാമത്തെ ചോദ്യം, അരുത് എന്ന് പറയാനുള്ള മാതാപിതാക്കളുടെ അധികാരം അവരത് ഉപയോഗിക്കുന്നില്ല എന്ന് ഈ ചർച്ചയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ആരാണ് ഈ അധികാരത്തെ ഇല്ലാതാക്കി കളയുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അധികാരം ഉപയോഗിക്കുന്നതിന് എന്തിനാണ് ഭയപ്പെടുക? രണ്ടാമത്തേത്, ലവ് മേക്കിംഗ് എന്ന് പറയുന്ന ആ വാക്കാണ് ലൈംഗികതയിലെ സ്നേഹത്തെ, ലൈംഗിക പ്രക്രിയയെ വർണ്ണിക്കാനായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കത്തോലിക്ക സഭ ഏറ്റവും നല്ല വാക്ക് ഉപയോഗിച്ച് അതിനെ നിർവചിക്കുന്നു. ആത്മദാനപരമായ സ്നേഹം എന്ന് പറയുന്നു. ആത്മദാനപരമായ സ്നേഹം. ഈ സൈബർ ലൈംഗികത വന്നതോടുകൂടി, സൈബർ പോർണോഗ്രഫി, ബ്ലൂ ഫിലിമുകളുടെ ഒരു കുത്തൊഴുക്ക് വന്നതോടുകൂടി മദ്യത്തെക്കാളും വലിയൊരു ലഹരിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. കൗമാര മനസ്സുകളെ മാത്രമല്ല, കുഞ്ഞു മനസ്സുകളെ മാത്രമല്ല, ഏറ്റവും വലിയ അപകടം എനിക്ക് തോന്നുന്നത്, പലരുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മണവറ മലിനമാകാതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. ആദ്യ രാത്രി മുതലേ കളങ്കപ്പെട്ടു പോകുന്ന മണവറകൾ ദമ്പതികൾ ശരീരത്തിൻ്റെ ആസക്തി കൊണ്ട് നടത്തുന്ന വീഴ്ചകളായിട്ട് ഈ ലവ് മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ, അവരെ നയിക്കുന്നത് പ്രാർത്ഥനയുടെ, വിശുദ്ധിയുടെ, അതിൽ നിന്നുണ്ടായ ഒരു ജനനമല്ല, മറിച്ച് ജഡികാസക്തിയുടെ ഒരു കാര്യം. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ തന്നെ ചേർന്ന് വരുന്നൊരു കാര്യമാണ് ഈ കസിൻസ് എന്ന് വിളിക്കപ്പെടുന്ന സഹോദര മക്കൾ. അവർക്കിടയിൽ ഇപ്പോൾ അരുതാത്ത ബന്ധങ്ങൾ, ചാവറേച്ചൻ പറഞ്ഞ ആ ഒരു കാര്യത്തോട് ചേർത്താണ് ഞാൻ ഈ പറയുന്നത്. സ്വഭാവത്തിൽ അവർക്കില്ലാത്തത് പിശാച് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ കസിൻ റിലേഷൻഷിപ്പിനകത്ത് വല്ലാതെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു വലിയ ചർച്ച നടക്കണം. മൂന്നാമത് വരുന്നത് ഇതിൻ്റെ തന്നെ ബാക്കിയാണ്. പീഡോഫീലിയ എന്ന് പറയുന്ന ഒരു മാനസിക രോഗം, വൈകൃതം. അതായത് കുഞ്ഞുങ്ങളെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുക. പഠനങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ലോകത്ത് വിഹരിക്കുന്ന ആൾക്കാർ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അങ്കിൾ, ആൻറ്റി, ചിലപ്പോൾ അച്ഛൻ, ചെറിയച്ഛൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപയോഗിക്കുന്നു? കുഞ്ഞുങ്ങൾ ആരോടും പറയില്ല എന്നുള്ളത് കൊണ്ട്, അതും അല്ലെങ്കിൽ ഇവർ കടന്നു പോകുന്ന ഈ പറയുന്ന സൈബർ പോർണോഗ്രഫിയുടെ തന്നെ ഒരു അഡിക്ഷൻ ഇതിനകത്തില്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹം ഉറക്കെ ചിന്തിക്കേണ്ട കാലമായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റി, ഇപ്പോൾ സാർ ഉന്നയിച്ച 3 കാര്യങ്ങൾ, അതിനെപ്പറ്റി സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സാറിൻ്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ സാറ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോയിൻ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നതും. സ്കൂളുകളിൽ പോകുമ്പോഴും ടീച്ചേഴ്സുമായിട്ടും മാതാപിതാക്കളുമായിട്ട് സംവദിക്കുമ്പോഴും പലയിടത്തു നിന്നും കേൾക്കുന്ന ഒരു കാര്യം, ഞാൻ പേരൻസിനോട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ 12ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ പഠിക്കുന്ന മകനോ മകളോ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ അല്ലെ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ മുറിക്കകത്ത് കയറി കതകടയ്ക്കുന്നു. വീട്ടിൽ നിങ്ങളുണ്ട്, മുറിക്കകത്ത് നിന്ന് തട്ടും മുട്ടും ഒച്ചയും ചിരിയും ഇക്കിളിപ്പെടുത്തുന്ന ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങളിത് വീട്ടിൽ അനുവദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പേരൻസും തുറന്നു പറയും നോ. പക്ഷേ ഒരു കുട്ടി മൊബൈൽ ഫോണുമായിട്ട് മുറിക്കകത്ത് കയറി കതകടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം കൊണ്ടുള്ള സ്പർശനം നടക്കാതെ ബാക്കിയെല്ലാം നടക്കും. ലൈവ് ചാറ്റിംഗ് ആണ്.
ഇപ്പോൾ പിടിക്കപ്പെടുന്ന പല കുട്ടികളുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അവൻ തന്നെ അവൻ്റെ ശരീരഭാഗത്തിൻ്റെ എടുത്ത ചില സെൽഫികളാണ് അവനെ കൊടുക്കുന്നത്. കുട്ടി സ്വന്തം കൈകൊണ്ടെടുത്ത സ്വന്തം നഗ്ന ശരീരത്തിൻ്റെ ചിത്രങ്ങളിലാണ് പലപ്പോഴും കുട്ടി ചെന്ന് പെടുന്നത്. അപ്പം നമ്മൾ എത്ര മനോഹരമായിട്ടാണ് മുറിക്കകത്ത് കയറി അവരെ കഥകടയ്ക്കാൻ അനുവദിക്കുന്നത്. അത് ഫോണിൻ്റെ രീതിയിലാകാം, ഫോൺ രതിയാവാം, അല്ലെങ്കിൽ ഫോണിൽ കാണുന്ന പോണോഗ്രഫി ആവാം. വേറൊരു വിചിന്തനം കൂടി ഇവിടെ നല്ലതായിരിക്കും. ഇപ്പം 6ാം ക്ലാസ്സിലോ അല്ലെ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി ഒരു വേശ്യാലയത്തിൽ പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരപ്പൻ്റെയും അമ്മയുടെയും പ്രതികരണം എന്തായിരിക്കും? ഒന്നും വേണ്ട, ഒരു രക്തബന്ധമില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് കേൾക്കുമ്പോഴുണ്ടാകുന്ന പ്രതികരണം എന്താ, ചിന്ത എന്താ? പക്ഷേ പോണോഗ്രഫി മൊബൈൽ ഫോണിൽ സ്വന്തം അപ്പൻ അപ്പുറത്തെ കസേരയിൽ ഇരിക്കുമ്പം ഓപ്പോസിറ്റ് ഇപ്പുറത്ത് തിരിഞ്ഞിരുന്ന് മൊബൈൽ ഫോണിൽ നഗ്നചിത്രം കാണുന്ന കുട്ടികൾ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, സാറേ ഇത് കാണുന്നത് വരെ ഞാൻ ഫുൾ A+ കാരനായിരുന്നു, ഇത് കണ്ടു തുടങ്ങിയതിൽ പിന്നെ എനിക്കിപ്പം ഞാൻ 4 വിഷയത്തിന് തോറ്റു നിൽക്കുക, ഇതൊന്ന് പിന്മാറാൻ എനിക്ക് പറ്റുന്നില്ല. സോ നമ്മൾ വേദനയോടെ കാണുക, നമുക്ക് മനസ്സിലാകാത്ത ചില സത്യങ്ങൾ ഇതാണ്. എന്താണ് പോണോഗ്രഫി? ഒരു വേശ്യാലയത്തിൽ ഒരു മൂവി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തെടുക്കുന്ന അവിടുത്തെ വൃത്തികെട്ട ദൃശ്യങ്ങൾ. സത്യത്തിൽ ബ്ലൂ ഫിലിംസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പോണോഗ്രഫി എന്ന് പറയുന്നത് സിനിമയാക്കപ്പെട്ട വേശ്യാവൃത്തിയാണ്. ഇത് സ്വന്തം വീടുകളിലെ മുറിക്കകത്തിരുന്ന് കുഞ്ഞുങ്ങൾ കഥകടച്ചിത് കാണുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ കഥകടയ്ക്കുന്നതെന്ന് പോലും അറിയില്ല. പല അമ്മമാരും ഒരിക്കലും ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു അമ്മ എന്നോട് പങ്കുവെച്ച കാര്യം ഇതാ, സാറേ ഞാൻ തൊഴിലുറപ്പുകാരിയാണ്, അവൻ്റെ അപ്പൻ കൂലിപ്പണിക്കാരനാണ്, പക്ഷേ എൻ്റെ സാറേ എൻ്റെ കൊച്ച് ടെക്നോളജിക്കലി നല്ല മിടുക്കം കൊച്ചാണ്, അവന് മൊബൈലിനകത്ത് അറിയത്തില്ലാത്ത യാതൊരു സംഭവമില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവനോടാണ് 9ാം ക്ലാസ്സുകാർ വന്ന് സംശയം ചോദിക്കുന്നത്. സാറേ എനിക്ക് തോന്നുന്നു അവൻ വളർന്നു വരുമ്പം വല്ല മൊബൈൽ എഞ്ചിനീയർ വല്ലതും ആകുമെന്ന്. അതിനു മുമ്പ് തന്നെ അവനെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ വിടാവുന്നതാണ്. പക്ഷേ എനിക്ക് സത്യത്തിൽ തോന്നിയത് മിക്കവാറും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അപ്പൻ്റെ അവാർഡ് ചിലപ്പോൾ അവൻ മേടിക്കും. കാരണം ഇവന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം. ഈ കൊച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൊബൈലുമായിട്ട് കയറി കഥ കടയ്ക്കുന്നതെന്നുള്ളത് ചിന്തിക്കാൻ അമ്മയ്ക്കോ കുടുംബത്തിലുള്ളവർക്കോ സാധിക്കുന്നില്ല. ഇനി ഇതിലൂടെ ഇവർ കാണുന്നത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയത്തില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്രായത്തിൽ, ഞാൻ പറയാൻ കാരണം ഞാൻ ചെന്ന ഒരു സ്കൂളിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിപ്പെങ്ങൾ കുളിക്കുന്ന സീൻ മൊബൈൽ ഒളിച്ചു വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തൊരാളെ 50 രൂപയ്ക്ക് കാണിച്ചു. ഇത് കണ്ട വിദ്വാൻ ഇവൻ്റെ പെങ്ങൾ വഴിയെ നടന്നു പോകുന്നത് കണ്ടിട്ട് പറയാണ്, അവിടെ ഒരു ഗമ കണ്ടില്ലേ, അവളുടെ സർവ്വസംഭവം ഞാൻ രാവിലെ കണ്ടിട്ട് നിൽക്കുക. കേട്ട് നിന്ന് ഒരാൾ ചെന്നിത് അവൻ്റെ അപ്പനോട് പറയുന്നു. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്ന പയ്യൻ്റെ കയ്യിൽ നിന്ന് അപ്പം മൊബൈൽ മേടിച്ച് തുറന്നു നോക്കുന്നു. സ്വന്തം മകളുടെ നഗ്നത അപ്പന് കാണേണ്ടി വന്നു. ഇത് ചെയ്തു വെച്ചത് സ്വന്തം മകനും. ആരെ ശിക്ഷിക്കും? എന്ത് ചെയ്യും? തകർന്നു പോയിരുന്ന് കരയുന്ന അപ്പൻ പെട്ടെന്ന് മകൻ്റെ മുറിയിൽ എന്തോ ഇടിഞ്ഞു പൊളിയുന്ന ഒച്ച കേട്ടുകൊണ്ട് ഓടി വരുമ്പം അവൻ ഫാനുമേ തൂങ്ങിക്കഴിക്കും. സോ നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് ഈ ഇൻ്റർനെറ്റ് പോണോഗ്രഫി നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധങ്ങളെ, കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയെ വല്ലാത്ത രീതിയിൽ വൈകൃതമാക്കി കഴിയും. എനിക്ക് തോന്നുന്നത് നമ്മുടെ മാതാപിതാക്കൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അതായത് പക്വതയില്ലാത്ത മാതാപിതാക്കൾ, ചെറുപ്പക്കാരായിട്ടുള്ള പല യുവതീ-യുവാക്കൾക്കും ശരിയെന്ന് തോന്നുന്നത് ശരിയാണെന്ന് പറയാനും തെറ്റെന്ന് തോന്നുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ല. അത് പക്വതക്കുറവാണ്. തെറ്റാണ് എന്ന് മക്കൾ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ, കാണിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നറിഞ്ഞിട്ടും അത് തിരുത്താതെ, കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് തിരുത്താതെ പോകുന്ന മാതാപിതാക്കളാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ കാരണക്കാർ. കാരണം നോ എന്ന് പറയുവാൻ പഠിക്കണം, മക്കളെ തിരുത്തുവാനുള്ള കരുത്തു നേടണം. അത് ഒരപ്പനും അമ്മയ്ക്കും, അതാണ് സാർ മുമ്പ് പറഞ്ഞ പോലെ, ഒരപ്പനും അമ്മയ്ക്കും മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. അയൽവക്കക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അധ്യാപകർക്ക് പരിമിതികളുണ്ട്. അധ്യാപകർ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അധ്യാപകർ പറയുന്ന ഒരു കാര്യം ഇതാണ്, സാറേ പേരൻസ് ഞങ്ങളോട് പറയുന്നത്, ടീച്ചറെ അവനിട്ട് അത്യാവശ്യം തല്ലണമെങ്കിൽ തല്ലിക്കോ, ഞങ്ങളാരും ചോദിക്കാൻ വരികയില്ല, കാരണം ഞങ്ങൾ അവനെ നുള്ളി നോവിച്ചിട്ടില്ല.
ഇത് അഭിമാനത്തോടെ പറഞ്ഞ് മക്കളെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ആക്കുന്ന പേരൻസ് സത്യത്തിൽ തുറന്ന് വിളിച്ചു പറയുന്നത് എന്താണ്? ഒരപ്പൻ എന്ന രീതിയിൽ, അമ്മ എന്ന രീതിയിൽ ഞാൻ പരാജിതനാണ്, ഞാൻ പരാജയമാണ്, എൻ്റെ കൊച്ചിനെ ഇന്ന് വരെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് ആയിട്ടില്ല. വ്യർത്ഥാഭിമാനമാണല്ലോ. അവിടെ ചാവറയച്ചൻ എഴുതി വെച്ചതും കൂടി പറയണം. ചാവറയച്ചൻ എഴുതി വെച്ചതും കൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാകുകയുള്ളൂ. കുഞ്ഞിനെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ, ശിക്ഷണം ആവശ്യമാണെങ്കിൽ കൊടുക്കണം. ഒരു നേരത്തെ ആഹാരം വിലക്കിയാലും കുഴപ്പമില്ല, മുട്ടിന്മേൽ നിർത്തണം, മുട്ടിന്മേൽ നിർത്തണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എവിടെയാണ് ഈ ധൈര്യം നമ്മൾ കളഞ്ഞത്? ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആ മൂല്യ വികസനം, ഈ കുടുംബ മൂല്യങ്ങളുടെ ഒരു വളർച്ചയുണ്ടല്ലോ, അതിനെപ്പറ്റി മാതാപിതാക്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടാവണം. വ്യക്തമായ ധാരണ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ഒരു കുഞ്ഞ്, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉൽപ്പന്നമല്ല. ഒരു സമൂഹം ഉൽപ്പാദിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി മാതാപിതാക്കൾക്ക് വളർത്താൻ കൊടുക്കുന്നതല്ല. ഇറ്റ്സ് നോട്ട് എ സോഷ്യൽ പ്രോഡക്റ്റ് അറ്റ് ഓൾ. ഒരു കുഞ്ഞെന്ന് പറയുന്നത്, ഒരു കുഞ്ഞെന്ന് പറയുന്നത് രണ്ട് സ്ത്രീ പുരുഷ ശരീരങ്ങളുടെ ബയോളജിക്കൽ ഉൽപ്പന്നവുമല്ല, ജൈവശാസ്ത്രപരമായൊരു ഉൽപ്പന്നവുമല്ല. അത് മൃഗങ്ങൾക്കുണ്ടാകുന്നുണ്ടല്ലോ, പട്ടിക്കും പൂച്ചയ്ക്കും ഉണ്ടാകുന്നുണ്ടല്ലോ. ഇവിടെ ഒരു മകൻ അല്ലെങ്കിൽ മകളെന്ന് പറയുന്നത്, സാറ് ഇടയ്ക്കൊന്ന് പറഞ്ഞു വന്നപ്പോൾ സൂചിപ്പിച്ചിരുന്നു, ഇത് ദമ്പതികളുടെ ഹൃദയങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉള്ള ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടാകുന്നത്. മറ്റേത് കുട്ടികളെന്ന് നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ, പട്ടിക്കുട്ടി പൂച്ചക്കുട്ടി എന്ന് വിളിക്കുന്നില്ലേ, അത് ഉടലുകളുടെ ഉൽപ്പന്നമാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ, ഇന്നത്തെ ഒരു അവസ്ഥ, ഇന്ന് ഈ മക്കളെ ഒന്ന് ശാസിക്കാൻ, ശിക്ഷിക്കാൻ മാതാപിതാക്കൾ മടിക്കുകയാണ്, അധ്യാപകർ മടിക്കുകയാണ്. കാരണം ഇന്ന് ഈ വിദ്യാർത്ഥികളുടെ ഒരു സുരക്ഷ എന്നുള്ള ഒരു പേരിൽ ഇന്ന് ഈ സുരക്ഷ സംരക്ഷിക്കാൻ, ഈ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ വേണ്ടി നിരവധി കമ്മീഷനുകൾ, നിരവധി സർക്കാർ സംവിധാനങ്ങൾ, സാമൂഹിക സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇവരെല്ലാം കൂടി ഇപ്പം നമ്മളൊരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ, സ്കൂളിൽ പിന്നെ പ്രിൻസിപ്പളിൻ്റെ മുറിയുടെ മുമ്പിൽ ഒരു ബോക്സ് തൂക്കിയിട്ടിരിക്കുകയാണ്. ഞാനൊരു ജില്ലയിലെ ഒരു പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ജനപ്രതിനിധി കുട്ടികളോട്, എൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്ന, ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാമെന്ന ഒരു ജനപ്രതിനിധി കുട്ടികളോട് പറയുകയാണ്, നിങ്ങളുടെ സ്കൂളിൻ്റെ മുമ്പിൽ പ്രിൻസിപ്പളിൻ്റെ, ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ ഒരു ബോക്സ് ഞങ്ങൾ തൂക്കിയിട്ടിട്ടില്ലേ? നിങ്ങളെ ഏതെങ്കിലും ഒരു അധ്യാപകൻ സൂക്ഷിച്ചു നോക്കിയോ? നിങ്ങളെ ഏതെങ്കിലും ഒരു അധ്യാപകൻ ശാസിച്ചോ? ഏതെങ്കിലും ഒരു അധ്യാപകൻ നിങ്ങൾക്ക് ഇമ്പോസിഷൻ തന്നോ? പണിഷ്മെൻറ്റ് തരാനായിട്ട് മുതിർന്നോ? പേരെഴുതിയിട്ടാൽ മതി, ഞങ്ങൾ അയാളെ മര്യാദ പഠിപ്പിച്ചോളാം. ഇതാണ് ഒരു ജനപ്രതിനിധി എന്ന് വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ഒരു വാക്ക്. ഇതേ ഒരവസ്ഥ കുടുംബത്തിലേക്ക് വരികയാണ്. മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ബാലാവകാശം സംരക്ഷിക്കുക എന്ന പേരിൽ സ്ഥാപിതമായിരിക്കുന്ന സംഘടനകളുടെ അടുത്തേക്ക് ആർക്ക് വേണമെങ്കിലും പിന്നെ കൗൺസിലേഴ്സ്, ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ കാലമാണല്ലോ, കൗൺസിലിംഗ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അപ്പനെയും അമ്മയും പിടിച്ച് കുരിശ കയറ്റാം, ഇല്ലെങ്കിൽ അധ്യാപകരെ കുരിശ കയറ്റാം. അതുകൊണ്ട് എന്താ ചെയ്യുക, ഈ കഴിഞ്ഞിടെ ഒരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നിരുന്നു, ഒരു അധ്യാപകൻ്റെ ഒരു മെസ്സേജ്, എന്തിന് ഈ പണിക്ക് ഞങ്ങൾ പോകണം, പിള്ളേർ പോകുന്ന വഴിക്ക് പോട്ടെ, ആർക്ക് വേണം എന്ന് ചോദിക്കുകയാണ്. ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ ഉയരുന്ന അവശേഷിക്കുന്ന നന്മയുടെ സ്വരങ്ങളെ കൊല്ലുകയാണ്. ഒരുതരം അരാജകത്വം ഉണ്ടാക്കിയെടുക്കുകയാണ്. അരാജകത്വമാണ്. അതായത് ഇന്ന് ഈ മക്കൾ അവരെ തനിച്ചു വളരാനായിട്ട്, തനിച്ച് തീരുമാനമെടുക്കാനായിട്ട് പിന്നെ ശേഷിയില്ലാത്ത മക്കളെയാണ് മാതാപിതാക്കൾ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ നന്മകളും മൂല്യങ്ങളുമാണ് ഈ മക്കളുടെ ഉള്ളിലേക്ക് നമ്മൾ സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ക്രമം ആണ് ചാവറയച്ചൻ ഇങ്ങനെ കുടുംബങ്ങളുടെ മാനിഫെസ്റ്റോ ആയിട്ട് എഴുതി വെച്ചത്. ക്രമം വെച്ച് നോക്കുമ്പം ഈ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന ചില മേഖലകൾ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ തോന്നിയ പോലെ കുട്ടികളെ വളർത്തുന്നതാണ് നല്ലതെന്ന് നമ്മൾ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അത് കാരണന്മാർ ഒരിക്കലും നമ്മൾ അംഗീകരിച്ചിരുന്ന ഒരു കാര്യമാണ്. തോന്നിയാസം പോകരുതെന്നാണ് നമ്മളോടൊക്കെ കാരണമായി ക്രൈസ്തവമായ കാഴ്ചപ്പാടിൽ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അനുവദിക്കാനും അംഗീകരിക്കാനും പാടില്ല. പോളിഷ്ഡ് ആയിട്ടുള്ള നല്ല ലാംഗ്വേജിൽ, നല്ല ശാസ്ത്രത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ് തോന്നിയ പോലെ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് നല്ല വളർച്ച എന്നുള്ളൊരു തെറ്റിദ്ധാരണ കടന്നുവിടാൻ ഇടയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പിന്നെ റോബിൾ സാറ് പങ്കുവെച്ച ചില പദപ്രയോഗങ്ങൾ ഇന്നിപ്പം നമ്മൾ ചാവറപിതാവിൻ്റെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന ചാവറുള്ളിൻ്റെ ഒരു കാലികമായ വിവർത്തനം പോലെ എനിക്ക് തോന്നി. ഒരു മുറിയിൽ ആരാണ് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുന്നത്, അതിനെപ്പറ്റി മാതാപിതാക്കൾ ജാഗ്രതയോടെ ചർച്ച ചെയ്യണം. മാതാപിതാക്കൾ അതിനെപ്പറ്റി ഉണർന്ന് ചിന്തിക്കണം.
ഒരു വല്യമ്മച്ചി എന്നുള്ള രീതിയിൽ അമ്മച്ചിക്ക് എന്താണ് ഇങ്ങനെ പറയാനുള്ളത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിണയ്ക്കടിയിൽ അവരെ തിന്നു തീർക്കുന്ന കഴുകന്മാർ ചിറകൊതുക്കി കിടപ്പുണ്ടോ എന്ന് അമ്മച്ചിയോട് ചോദിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പേര് അന്നമ്മ, കാരക്കട, കൂരാച്ചുണ്ടടവയിൽ നിന്ന് വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മശരീര ശുദ്ധതയിൽ വളർത്തുവാൻ ഓരോ മാതാവിനും പിതാവിനും ഓരോ കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും ഉത്തരവാദിത്വവും കടമയുമുണ്ട്. അവരെ നല്ല മക്കളായിട്ട് വളർത്തിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മമാരുടേതാണ്. പ്രധാനപ്പെട്ട ഞാൻ മാതൃവേദിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഉണ്ട് 10-20 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 20 വർഷമായിട്ട് മാതൃവേദിയിലെ പ്രവർത്തകയാണ്. ഈ അമ്മപ്പണി എന്ന് പറയുന്ന പണിക്ക് ഇന്ന് ആളുണ്ടോ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ ഇമ്പമുള്ള കുടുംബം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം മുൻപോട്ട് പോകുമ്പോഴാണ്. ഒരു ദിവസത്തിൻ്റെ ആരംഭം തന്നെ നമ്മൾ ദൈവത്തിന് സ്തുതി പറയണം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെയും ശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ എന്തിനും ഈശോ കൂട്ടായി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈശോയുമായി ഒരു ബന്ധം ഉണ്ടാകണം. നമ്മുടെ ഇല്ലായ്മകളെയൊക്കെ അംഗീകരിക്കാനും വേദനകളെ സഹിക്കാനും അന്യരെ ആദരിക്കാനും പഠിക്കണമെങ്കിൽ ഈശോയുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിലനിൽക്കുന്ന കുടുംബത്തിൽ മക്കൾ സുരക്ഷിതരാണെന്നാണല്ലോ അമ്മച്ചി പറഞ്ഞു വരുന്നത്. ഈ അമ്മച്ചിയുടെ അഭിപ്രായം എന്താണ്? ഒന്ന് മൈക്കൊന്ന് കൊടുത്തേ. നമ്മുടെ മക്കൾ ഇന്നത്തെ ഈ വർത്തമാന കാലത്തിൽ മറ്റു ആൾക്കാരോടുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ അവരുടെ ശാരീരികവും ആത്മീയവുമായ സുരക്ഷിതത്വത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? പൊതുവെ ഇന്ന് സുരക്ഷിതത്വം കുറവാണ്. ഒരു സ്കൂളിൽ വിട്ടൊരു കുട്ടി വരുവാണെങ്കിൽ നമ്മൾ അവരോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ, ഒരു മുതിർന്ന അമ്മ അല്ലെ അച്ഛൻ പറഞ്ഞു കൊടുത്താൽ അവർ പറയും ഇപ്പം എന്നോട് പറയണ്ട, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ. ഇത് കേട്ട് നിൽക്കുന്ന അവരുടെ സ്വന്തം അപ്പനും അമ്മയും അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതാരാണ് പറയുന്നത്, എന്തിനു പറയുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പനും അമ്മയും തിരുത്താൻ തയ്യാറാകുന്നില്ല, അതിനോട് ധൈര്യം കാണിക്കുന്നില്ല. അങ്ങനെ ചങ്കുറപ്പില്ലാത്ത യുവ മാതാപിതാക്കളുടെ ഒരു തലമുറയാണ് ഇന്ന് ഇതുപോലെ ഉത്തരവാദിത്വമില്ലാതെ അലസരായി മുന്നോട്ട് പോകുന്ന മക്കളുടെ ജനനത്തിനും വളർച്ചയ്ക്കും കാരണം അല്ലേ? എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി? അമ്മയ്ക്കൊന്ന് കൊടുത്തേ. എൻ്റെ പേര് റോസമ്മ, കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ളത്, മക്കളെ അന്ധമായി വിശ്വസിക്കുന്നതും അവർ തെറ്റിലേക്ക് പോകാൻ ഒത്തിരി അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്ത് പറയണോ? ശരിയാണോ? ശരിയാണ്. എൻ്റെ പേര് ലിസി, കുറുവത്താഴെന്ന് വീട്ടുപേര്, കുരാച്ചുണ്ടിൽ നിന്ന് വരുന്നു. അന്ധമായി വിശ്വസിക്കുന്നത് ഒത്തിരി തെറ്റാണ്. അവർക്ക് എന്തെങ്കിലും പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അവരത് അംഗീകരിക്കില്ല. അത് അംഗീകരിക്കാതെ അവർ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അവർ അതിനെ മൂടി വെച്ചുകൊണ്ട് നമ്മളോട് നല്ല രീതിയിൽ പറയും. അപ്പം അവർ പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ നമ്മുടെ കുഞ്ഞല്ലേ പറഞ്ഞ് നമ്മളോട് പറയുന്ന അങ്ങനെയല്ലേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ നല്ല മക്കളായിരിക്കും. പുറത്തിറങ്ങി അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്കൊരു തീർച്ചയില്ല. സ്കൂളിൽ ഒക്കെ ചെന്ന് ടീച്ചേഴ്സിനോട് അന്വേഷിക്കുമ്പോഴായിരിക്കും മിക്കവാറും അവരുടെ പുറമേയുള്ള സ്വഭാവം നല്ല കുഞ്ഞുങ്ങളായിരിക്കും വീട്ടിൽ. പക്ഷേ പുറമേ ചെല്ലുമ്പോൾ അവർ നല്ല കുഞ്ഞുങ്ങളായിരിക്കണമെന്നില്ല. അത് മിക്കവാറും വീട്ടിലിരിക്കുന്നവർക്ക് തിരിച്ചറിയണമെന്നില്ല. അത് നമ്മൾ ടീച്ചേഴ്സുമായിട്ടും അതുപോലെ അവർ ബന്ധപ്പെടുന്ന അവരുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. അവരുടെ ഫ്രണ്ട്സ് ആരാണോ അവരുടെ രീതികൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ കുഞ്ഞിൻ്റെയും രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് നമ്മൾ കാണുന്ന പോലെ ഒരു കണ്ണ് അല്ല പുറമേ അവർ. അതായത് ചാവറപ്പിതാവ് പറയുന്ന ആ ഒരു കാര്യം, അതായത് സ്വഭാവത്തിൽ അറിയാത്തത് കൂട്ടുകാർ വഴി മറ്റു ചിലരെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ചേർന്ന് പോകുന്നതാണ് അല്ലേ? അതെ. അന്ധമായിട്ട് കുഞ്ഞുങ്ങളെ വിശ്വസിക്കരുത് എന്നൊരു കാര്യം പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ മനോഹരമായൊരു സാധനമുണ്ട്. അതായത് മയിലിനെ മുൻപിൽ നിന്ന് കാണാൻ എന്ത് മനോഹാരിതയാണ്. അതിനെ മുന്നിൽ നിന്ന് മാത്രം കണ്ടാൽ പോരാ, അതിന് വളരെ കാണാൻ കൊള്ളാത്ത ഒരു പിൻഭാഗമുണ്ട് എന്ന് മാർപ്പാപ്പ. ചാനലുകൾ ഓഫ് ചെയ്തിട്ടോ പുറത്തിറങ്ങരുതെന്ന് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ പറയുന്നതിനപ്പുറത്തൂടെ വേലിക്കെട്ടിന് പുറത്തൂടെ കാര്യങ്ങൾ അകത്ത് വരുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് വാതിലുകളുടെ പൂട്ടുകളെക്കാളും മനസ്സിൻ്റെ പൂട്ട് തുറക്കാനും അടയ്ക്കാനും
കുട്ടികളെയും അവരവരും പരിശ്രമിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോംവഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും ഇല്ല. പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മയും വളർത്തിയ എനിക്ക് ജീവിതത്തിലുള്ള പ്രത്യാശയും കാര്യപ്രാപ്തിയും സത്യത്തിൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ശിക്ഷണത്തെപ്പറ്റി പറഞ്ഞപ്പം ഞാൻ ഓർക്കാം, അമ്മയും അപ്പനും നമ്മളെ ശിക്ഷിക്കുമ്പം ആദ്യം ഒരു വേദനയൊക്കെ തോന്നിയാലും ഇന്ന് അവരോട് ഏറ്റവും കൂടുതൽ സ്നേഹം അടുപ്പവും തോന്നിയതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്ന ആ തല്ലിൻ്റെ വില. ഒരു കുടുംബത്തിൻ്റെ ക്രമം ശരിപ്പെടുത്താത്ത കുടുംബങ്ങളിൽ അക്രമം അരങ്ങേറുന്നു തന്നെയാണ് പറയുന്നത്. ഈശോ തന്നെ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ചാവരുൾ എന്ന് പറയുന്ന ഒരു കുടുംബത്തിനുള്ളതാണ്.